ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. പഴയ സിനിമകൾ 4K റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയം കണ്ട നടനാണല്ലോ നമ്മുടെ ലാലേട്ടൻ്റെ രാവണപ്രഭു എന്ന കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ റിലീസ് ചിത്രവും ഇപ്പോഴത്തെ കേരള കളക്ഷൻ മാത്രം വെച്ച് നോക്കുമ്പോൾ പോലും തിയേറ്ററുകളിലെ ഷെയർ ഇനത്തിൽ 1 കോടിയിലധികം രൂപ നേടിയെടുക്കുമ്പോൾ വിജയമായി മാറുമ്പോൾ കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ നിർമ്മാതാക്കൾ അവരുടെ സിനിമകൾ റിലീസ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മണിച്ചിത്രത്താഴ്, സ്ഫടികം, ദേവദൂതൻ, ഛോട്ടാ മുംബൈ, രാവണപ്രഭു എന്നീ സിനിമകളുടെ റിലീസ് വലിയ വിജയങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ 12 ലാലേട്ടൻ സിനിമകൾ റിലീസിന് ഒരുങ്ങുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ വന്ന ലാലേട്ടന്റെ റിലീസ് ചിത്രങ്ങളുടെ അതേ ആഘോഷം എല്ലാ സിനിമകൾക്കും കിട്ടണമെന്നില്ല. എങ്കിൽ പോലും 12 സിനിമകളിൽ റിലീസ് ആവശ്യമുള്ള സിനിമകൾ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് ഈ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്തായാലും ലാലേട്ടന്റെ റിലീസിന് ഒരുങ്ങുന്ന 12 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഉസ്താദ് എന്ന സിനിമയുടെ റിലീസാണ്. കൂടാതെ റൺ ബേബി റൺ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നു. മറ്റൊരു ചിത്രം ഉദയനാണ് താരം എന്ന സിനിമയാണ്. നേരത്തെ പലതവണ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ സിനിമ റിലീസായിട്ടില്ല. ഉടനെ തന്നെ റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ സമ്മർ ഇൻ ബദലേഹം എന്ന സിനിമ കൂടി റിലീസിന് ഒരുക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ ലാലേട്ടനല്ല ഹീറോ എങ്കിൽ പോലും ലാലേട്ടനെ വെച്ചാണ് ഇതിനോടൊപ്പം തന്നെ സിനിമയുടെ ഓരോ പ്രൊമോഷണൽ മെറ്റീരിയൽസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗുരു എന്ന സിനിമ കൂടി മലയാളത്തിൽ നിന്നും റിലീസിന് ഒരുക്കുന്നു. കൂടാതെ കാലാപാനി എന്ന സിനിമ, അതോടൊപ്പം ഛോട്ടാ മുംബൈ എല്ലാം തന്നെ പോലെ വീണ്ടും ആഘോഷമാക്കി മാറ്റാൻ സാധ്യതയുള്ള ഹലോ എന്ന സിനിമ റിലീസിന് ഒരുക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇതുകൂടാതെ റിലീസിന് ഒരുങ്ങുന്ന മറ്റു സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ആറാം തമ്പുരാൻ, തേന്മാവിൻ കൊമ്പത്ത്, നരൻ, ദേവാസുരം, കാക്കക്കുയിൽ, നമ്പർ 20, മദ്രാസ് മെയിൽ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ റിലീസിന് ഒരുങ്ങുന്ന ലാലേട്ടന്റെ മറ്റു സിനിമകളാണ്. അപ്പോൾ ഏകദേശം 12 സിനിമകളാണ് ലാലേട്ടന്റെ റിലീസിന് ഒരുങ്ങുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ചില റിലീസ് എല്ലാം തന്നെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ 12 സിനിമകളുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് തിയേറ്ററുകളിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സിനിമ ഏത് എന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ.